നന്ദൂസേ, ദേ അമ്മ പാലും പഴവും ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. മതി കളിച്ചത്, വാ. ഇപ്പൊ വരാം അമ്മേ. മതി മതി, വന്നേ. ഇരുന്നേക്കലും കളിയാണ്. കിളുമുണ്ടൻ താറാവ്, കരുത്തുമുണ്ടൻ താറാവ്. പാലും പഴവും. അയ്യോ, കൊച്ചിന്റെ പാല് മുഴുവൻ തീർത്താ. പഴം തിന്ന്. എടാ, നിങ്ങളുടെ ആളുടെ പറഞ്ഞത് കൊച്ചിനെ സാധനം തിന്നാനായിട്ട് ഒരു സാധനം വെക്കാൻ പറ്റൂല. എന്റെ ദൈവമേ, വിളിക്കണോ? അയ്യോ, കരയുന്നുണ്ടല്ലോ. എന്ത് പറ്റിയെന്നാവോ? വിളിക്കണ നീ, നിന്റെ അമ്മ വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. എന്താണ് മോളെ കൊച്ചെന്താണ് കരയണത്? എന്തിനാണ് മോളെ അവനെ തല്ലിയത്? ഒന്നുമില്ലെങ്കിലും മോളുടെ ഭർത്താവിന്റെ ചേട്ടനല്ലേ, ആ ഒരു സ്ഥാനമെങ്കിലും അവന് കൊടുത്തൂടെ? പിന്നെ ഈ പൊട്ടനല്ലേ സ്ഥാനം കൊടുക്കേണ്ടത്. അമ്മക്കറിയോ ഇവനെന്താ ചെയ്തതെന്നറിയോ? കൊച്ചിന് വെച്ച പാലും ബിസ്ക്കറ്റും പഴവും ഒക്കെ തിന്ന് ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പി പൊട്ടം എടുത്ത് തിന്നലാണ്. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഒന്നില്ലെങ്കിൽ ഇതിനെ പൂട്ടിയിട്, അല്ലെങ്കിൽ ഇവരുടെ അനാഥാലത്തെയും കൊണ്ട് നോക്കും. അതും പറ്റില്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലിതിനാ. മോളെന്ത് വർത്താനമാണ് മോളെ പറയണത്? ഇവനെ ഞാൻ എങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാനാണ്? ഇവൻ എന്റെ മോനല്ലേ. എനിക്ക് രണ്ടു മക്കളും തുല്യമാണ്. രണ്ടുപേരും എന്റെ ഒരേ വയറ്റിൽ നിന്ന് ജനിച്ചതാണ്. മോക്ക് ഇതേപോലത്തെ ഒരു കൊച്ചുണ്ടായെങ്കിലാ മോളതിന് അനാഥാലയത്തിൽ കൊണ്ടാക്കോ, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലോ? ഇതിന് മോക്ക് ഉത്തരം പറയാൻ പറ്റൂലെന്ന് അമ്മക്കറിയാം. ഈ ലോകത്ത് ഒരമ്മക്കും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റൂല. ഇപ്പൊ അവർക്ക് എന്തൊക്കെ കുറവുണ്ടായാലും ആ അമ്മ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും. അതാണ് മോളെ യഥാർത്ഥ അമ്മ. മോക്കിനി എന്റെ മോനെയും കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഒരു ശല്യം ഉണ്ടാക്കാതെ അമ്മ നോക്കിക്കോളാം. അമ്മയുടെ മോന് എന്ത് വേണം? അമ്മ മേടിച്ചരാ.